ചുമതലക്കാരായ പേരുവിവരങ്ങൾ പറയുകയാണ്. വൈസ് പ്രസിഡന്റായിട്ട് ജിതിൻ വർഗീസ് അത് തുടരുകയാണ് ചെയ്യുന്നത്. ഒന്ന് റിപ്പോർട്ടൊന്നും ഇല്ലാതെ. സെക്രട്ടറി ആയിട്ട് നീവൻ ചാക്കോ നാടാവളെ പുതിയത് തിരഞ്ഞെടുക്കപ്പെട്ടു. നീവൻ വിനോദനാട്. ട്രഷററായിട്ട് വിമൽ ജോർജ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അഖിൽ വർഗീസ്. ജോയിന്റ് ട്രഷററായിട്ട് ചെവിൻ മേനൻ ചെറിയൻ എന്നിവരെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ വർഷകാലഘട്ടം ഇതിൻ്റെ സെക്രട്ടറിയായിട്ട് ഇതിൻ്റെ സേവനം അനുഷ്ഠിച്ച CK ആയിരുന്നു. എല്ലാവിധമായ സഹകരണങ്ങളും ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ട്രഷററായിട്ട് ഇന്ത്യയും ജന്മയും ഒരുമിച്ച് ട്രഷറാറും ജോയിന്റ് ട്രഷററായിട്ട് വർക്ക് ചെയ്തു. അവർ രണ്ടുപേരും സ്ഥാനം ഒഴിഞ്ഞു. സ്ത്രീകളുടെ സാന്നിധ്യം ഇത്തവണ മീറ്റിങ്ങിലും ഉണ്ടായില്ല, കമ്മിറ്റിയിലും ഉണ്ടായില്ല. അത് നമ്മുടെ യുവതികൾ എവിടെയാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ യുവതികൾ ഇനിയുള്ള കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് മീറ്റിംഗ് ഉണ്ട്, അല്ലേ? ഇന്ന് മീറ്റിംഗ് ഉണ്ട്. അത് യുവതികൾ പങ്കെടുക്കണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് യുവതികളെയും തിരഞ്ഞെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അന്നേരം അപ്പോൾ ഇവിടെ വെച്ച് നമ്മളുടെ ഇതിന് പ്രസ്ഥാനത്തിൻ്റെ ഭരണ കൈമാറ്റം, ചുമതല കൈമാറ്റം നിർവഹിക്കപ്പെടുകയാണ്. കഴിഞ്ഞ സെക്രട്ടറി കൊണ്ടുവന്ന് എന്നെ റിപ്പോർട്ട് നമുക്ക് ഏൽപ്പിക്കണം. അത് ഞാനിപ്പോഴേ പുതിയ സെക്രട്ടറി ഏൽപ്പിക്കും. പഴയ ട്രഷറർ കണക്ക് ബുക്ക് ഏൽപ്പിക്കണം. അത് പുതിയ ട്രഷററെ ഏൽപ്പിക്കുന്നതാണ് എന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ശക്തി എന്ന് പറയുന്നത് ഇവരുടെ പ്രസ്ഥാന അംഗങ്ങളാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു. അവരില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും. പക്ഷെ നടക്കുന്ന രീതി ഇച്ചിരി എല്ലാണ്ടായി പോകും. ഇടയ്ക്ക് ആരെങ്കിലും ഇല്ലെങ്കിൽ ഒരു ലൈൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതുകൊണ്ട് അവരെ കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മികച്ച രീതിയിൽ വിവിധ വർഷക്കാലം ചെയ്യുവാനിടയാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് എല്ലാവരും വരാൻ മറക്കരുത്. പ്രാർത്ഥനയ്ക്ക് എല്ലാവരും വരണം. എങ്കിലും നാണക്കേട് ഉണ്ടാവരുത്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഈ ക്രോസ് കയറി ഇറങ്ങി അപ്പുറത്ത് ചെയ്താൽ മതി. ആർക്കെങ്കിലും പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ കൊണ്ടുപോകോളാം. ഞാൻ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകോളാം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നമുക്ക് ഒരുമിച്ച് പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഈ ഒരു വർഗീസ് കേന്ദ്രീയ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണം. ഓഫർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവമാണ് നാമം മഹത്വപ്പെടുവാണ്.